ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക പച്ചടിയാണ്. ഒരു പാവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു സവാള അരിഞ്ഞത്, അരമുറി തേങ്ങ ചിരകിയത്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മുളക്, കറിവേപ്പില. മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ മുറിച്ച 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവിനായിട്ടാണ്. അതോടൊപ്പം നമ്മൾ 2 ചെറിയ ഉള്ളി, 2 കൂടുതലിടാം, ഞാനിപ്പോൾ 2 എണ്ണ ഇട്ടേക്കുന്നത്. അതോടൊപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ഒരല്പം ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക. ഗ്യാസ് ഓണാക്കുന്നു, പാൻ വെക്കുന്നു. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക, അതായത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നു. ഇട്ട് നന്നായിട്ട് വഴറ്റുന്നു. അപ്പോൾ തന്നെ നമ്മൾ പാവയ്ക്കയുടെ കയ്പ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം ഉപ്പും ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് വഴറ്റുക. അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം ഒരല്പം വെള്ളം കൂടെ കൊടുത്ത് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നു. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കരുതി വെച്ചിരിക്കുന്ന 3 വലിയ സ്പൂണിൻ്റെ തവിക്കാണ്, സ്പൂണല്ല തവിക്ക്, തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് ഓഫാക്കുന്നു. നന്നായിട്ട് ഇളക്കുന്നു. അതിന് ശേഷം ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് ചൂടാകുന്ന പരുവത്തിൽ മാറ്റി വെക്കുക. അതിനുശേഷം പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുന്നു. കടുകിട്ട് കൊടുത്തിട്ട് അത് പൊട്ടുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കറിവേപ്പില, മുളക് ഇവയെല്ലാം ഇട്ട് കൊടുത്ത് ഗോൾഡൻ പരുവമാകുമ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്.